പലപ്പോഴും ജയകുമാറിൻ്റെ കോഴ്സിലൊക്കെ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ഒരു 6 months ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ്. പെട്ടെന്നൊരു ഒരു 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 യോഗയെക്കുറിച്ച് അറിയാനും ഒരു ബേസിക് കോഴ്സൊക്കെ ചെയ്യണമെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തെങ്കിലും ജയകുമാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ 7 days ഒരു പ്രോഗ്രാമുണ്ട്. ഒരു യോഗയെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്ത ഒരാൾക്കും ഒരു 7 ദിവസം കൊണ്ട് അവർക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന കോഴ്സ് ഞങ്ങൾ ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? 7 ദിവസത്തെ കോഴ്സിന് ആക്ച്വലി സർട്ടിഫിക്കറ്റ് ഇല്ല. അത് ഞങ്ങൾ 200 hour പ്രോഗ്രാം ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിന് മാത്രമാണ് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്. ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന പ്രോഗ്രാമാണോ അതോ അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങൾ എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അതൊരു 200 മണിക്കൂർ പ്രോഗ്രാമാണ്. ഞങ്ങൾ നേരത്തെ ഒരു സ്റ്റേ ചെയ്തുള്ളൊരു പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത് കൊറോണയ്ക്ക് മുമ്പ്. കൊറോണയ്ക്ക് ശേഷം അതിനുള്ള സാധ്യത ഇത്തിരി ഒന്ന് കുറഞ്ഞു. കാരണം ആൾക്കാർ കുറേ കൂടുതൽ ബിസി ആവുകയും പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ജോലിയും ഒക്കെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ മോർണിംഗ് ഈവനിങ് ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 200 മണിക്കൂർ കോഴ്സ് കൊണ്ട് ഇപ്പോൾ പലരും വിളിക്കുന്നവർ ചോദിക്കും 200 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പഠിച്ചു തരൂ. അപ്പോൾ ഞങ്ങളതിന് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ആയുഷ്കാലം കൊണ്ട് പോലും പഠിച്ചു തരത്തില്ല, ഒരു ജന്മം മതിയാവത്തില്ല യോഗ പഠിക്കാൻ. പക്ഷേ ഈ 200 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് 60-ൽ പരം ആസനാസ് ചെയ്യാനും അത് വേറൊരാൾക്ക് അപകടമില്ലാതെ എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നും പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരതിനകത്ത് ആസനാസ് പഠിക്കുന്നു, അനാട്ടമി പഠിക്കുന്നു, ഫിസിയോളജി പഠിക്കുന്നു, ടീച്ചിങ് മെത്തഡോളജി പഠിക്കുന്നു. ദെൻ തെറാപ്യൂട്ടിക് സൈഡിൽ ഒരാൾക്ക് ഓരോ പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാന്നുള്ളൊരു അറിവ്. ആ തെറാപ്പി ഒരാളെ ചികിത്സിക്കുന്ന രീതിയല്ല, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാൾ അവരടുത്ത് വന്നാൽ അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യിക്കാൻ പാടില്ല എന്നുള്ളൊരു അറിവ് കൂടെ ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് അപകടമില്ലാത്ത രീതിയിൽ ഒരാളെ അവരുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഈ പഠിച്ചിറങ്ങുന്ന ആൾക്ക് കഴിയും. ഒരു തുടർ പരിശീലനത്തിന് നിങ്ങൾക്ക് എന്തുമാത്രം സാധ്യതയാണുള്ളത് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക്? തീർച്ചയായും 200 hour എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ 300 hour അഡ്വാൻസ്ഡ് കോഴ്സുണ്ട്. അപ്പോൾ കുറേ കൂടെ ഇൻറ്റൻസീവായിട്ടാണ് അത് യോഗയെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ആക്ച്വലി യോഗ പഠിക്കണം എന്നൊരാൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ആയുഷ്കാലത്തിൻ്റെ പഠനമാണത്. അപ്പോൾ ഇവിടെ തന്നെ പല പല യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി കോഴ്സുകൾ പ്രോഗ്രാംസ് ഉണ്ട്. 1 year പ്രോഗ്രാം, 3 year പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ധാരാളം സാധ്യതകൾ മുന്നോട്ടുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ വലിയൊരു ജോലി സാധ്യത നമ്മുടെ നാട്ടിലുമുണ്ട്, വിദേശത്തുമുണ്ട്. ഓക്കെ. അപ്പോൾ യോഗ ഒരു തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയായി മാറുകയാണ്. തീർച്ചയായും അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ നമ്മുടെ എല്ലാ രീതിയിലുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനോടൊപ്പം ഒരു സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയായി വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ പലരും ചോദിക്കും യോഗ എന്ന് പറയുമ്പോൾ അത് സമ്പത്തുണ്ടാക്കാനുള്ള വഴിയാണോ? നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഇന്നതൊരു വലിയ ബിസിനസ് മേഖലയും കൂടി ആണ്. അപ്പോൾ നമ്മുടെ ജീവിതം നന്നായി കൊണ്ടുപോകുന്നതിനോടൊപ്പം ഒരാൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ളൊരു സാധ്യതയും കൂടെയാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അവിടെ അതൊരു വരുമാന മാർഗ്ഗം കൂടെ ആയിക്കോട്ടെ, അത് നമുക്ക് സന്തോഷമാണല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സ്വന്തം ശരീരത്തെ സംരക്ഷിച്ചുകൊണ്ട്, സ്വന്തം മനസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തികമായി ഒരു മികച്ച നിലയിലെത്താൻ യോഗ പരിശീലനത്തിലൂടെ ഒരാൾക്ക് സാധിക്കുമെന്നാണ് ജയകുമാർ പറയുന്നത്. തീർച്ചയായും, ഉറപ്പ്. അപ്പോൾ എല്ലാവരും NGO-യിലേക്ക് വരട്ടെ, യോഗ പഠിക്കട്ടെ. താങ്ക് യു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.